ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് തിരുവില്ലാമലയിലെ കുത്താമ്പുള്ളി എന്ന് പറയുന്നൊരു ഏരിയ ആണ്. എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്ഥലമാണ്. ഹാൻഡ്ലൂംസിൽ വളരെയധികം ഫേമസ് ആയി നിൽക്കുന്നൊരു ഏരിയ കൂടിയാണ്. അവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ കേരളത്തിൽ നിന്നുള്ള ആളുകളെല്ലാം വന്ന് പർച്ചേസ് ചെയ്ത് പോകുന്നൊരു സ്ഥലം കൂടിയാണത്. ലോ ബഡ്ജറ്റ് മുതൽ ഹൈ ക്വാളിറ്റി പ്രോഡക്റ്റ് വരെ അവിടെ സെയിലിംഗ് ഉണ്ട്. ഏറ്റവും റീസണബിൾ ആയിട്ടുള്ള ഒരു റേറ്റിനാണ് നമുക്ക് അവിടുന്ന് ഡ്രസ്സും കാര്യങ്ങളെല്ലാം ലഭിക്കുക. കാരണം ഇവിടുന്നാണ് വിവിധ സ്ഥലങ്ങളിലേക്കെല്ലാം നമ്മൾ ഹാൻഡ്ലൂംസ് ഐറ്റംസുകളെല്ലാം കയറി പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് റീസണബിൾ റേറ്റിനെല്ലാം ഇവിടുന്ന് തുണിത്തരങ്ങളെല്ലാം പർച്ചേസ് ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലോട്ട് സ്വാഗതം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും വെൽക്കം. ഓക്കെ, ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ നിങ്ങൾ കാണുന്നതാണ് കുത്താമ്പുള്ളി റോഡ് എന്ന് പറയുന്നത്. ഇത് ചേലക്കര പഴയന്നൂർ റോഡിന് കണക്റ്റാണ്. അതുപോലെ തന്നെ പാമ്പാടി റോഡിന് കണക്റ്റഡ് ആണ്. തൃശ്ശൂർ വഴിയാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് നേരെ തൃശ്ശൂർ വന്ന് വാഴക്കോട് വന്ന് നേരെ ചേലക്കര പഴയന്നൂർ വഴി ഈ റോഡിലോട്ട് കണക്റ്റ് ആവാം. അല്ല, ഒറ്റപ്പാലത്ത് നിന്നാണ് നിങ്ങൾ വരുന്നതെങ്കിൽ ഒറ്റപ്പാലം ലക്കിടിക്കൂട്ടുപാത, അല്ലെങ്കിൽ പാലക്കാട് നിന്നാണ് വരുന്നതെങ്കിൽ പാലക്കാട് ലക്കിടിക്കൂട്ടുപാത വന്ന് ഈ റോഡിന് കണക്റ്റ് ആവാം. അല്ലെങ്കിൽ ഇത് തൊട്ട് മുമ്പിലത്തെ റോഡുണ്ട്, ഈ ജംഗ്ഷനിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ് റോഡ് റൈറ്റിന് കയറി വരുന്നത്. ആ റോഡിലോട്ട് വന്നിട്ട് കണക്റ്റ് ആയിട്ട് ഈ റോഡിനകത്തേക്ക് ജോയിൻ്റ് ആയിട്ട് അങ്ങനെ കുത്താമ്പുള്ളി പോകാൻ കഴിയും. അപ്പോൾ ഇവിടുന്ന് ഒരു 4 കിലോമീറ്റർ 5 കിലോമീറ്റർ അടുത്താണ് കുത്താമ്പുള്ളി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കുള്ളത്. ഈ പോകുന്ന വഴിക്ക് തന്നെ നമുക്ക് ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡെല്ലാം ഒരുപാട് ഫ്ലെക്സുകളൊക്കെ കാണാം. കടകളുടെ പരസ്യങ്ങളും എല്ലാം അതിനകത്ത് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഒരുപാട് ഫ്ലെക്സുകൾ വെച്ചിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡെല്ലാം ഒരുപാട് കടകളുടെ ഫ്ലെക്സും കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. നമ്മൾ ഡ്രൈവ് ചെയ്തിട്ട് ഏകദേശം കുത്താമ്പുള്ളിയിലോട്ട് എത്തി തുടങ്ങിയിട്ടുണ്ട്. ഇവിടുത്തെ മെയിൻ ഒരു അഡ്വാൻറ്റേജ് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പല റേറ്റിനുള്ള ഡ്രസ്സുകൾ ലഭിക്കും. അതായത് നമുക്കിപ്പോൾ ഒരുപാട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡ്രസ്സ് എടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് സ്യൂട്ടാണ്. അല്ല, നമുക്ക് ഒരുപാട് ഹൈ എൻഡ് ലെവലിലേക്കുള്ള ഡ്രസ്സ് എടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് സ്യൂട്ടാണ്. ഓക്കെ, പിന്നെ ഇവിടെ പഴശ്ശിരാജയുടെ ഒരു CBSE അഫിലിയേഷനുള്ളൊരു സ്കൂളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് കാണാവുന്നതാണ്. ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡെല്ലാം അതെല്ലാം കടകളാണ്. വീട് പ്ലസ് കടയിട്ടുള്ള അങ്ങനെയുള്ളതാണ് ഇവിടെ എല്ലാം ഉള്ളത്. ഒരു ചെറിയ ഇതിൽ മുതലുണ്ട്, അതുപോലെ തന്നെ വലിയ കടകളും വലിയ സെറ്റപ്പ് ആയിട്ടുള്ള കടകളും കാര്യങ്ങളെല്ലാം ഉണ്ട്. പൊതുവെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് എനിക്ക് പറയുന്നത്. കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കല്യാണങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഡ്രസ്സുകൾ എടുക്കുമ്പോൾ ഒരുപാട് റേറ്റ് തന്നെ ഡ്രസ്സുകൾ എടുക്കും, ആളുകൾക്ക് പ്രസൻറ്റ് കൊടുക്കാനായിട്ടുള്ള രീതിയിൽ. അപ്പോൾ അങ്ങനെ എടുക്കുന്ന ആളുകൾക്കെല്ലാം ഇവിടെ വന്നിട്ട് ഡ്രസ്സ് എടുക്കുന്നതിൽ ഒരുപാട് പ്രോഫിറ്റ് ഉണ്ട്. കാരണം എന്താ വെച്ചാൽ ഇവിടെ മുണ്ടുകളെല്ലാം തുടങ്ങുന്ന സ്റ്റാർട്ടിങ് റേറ്റ് എന്ന് പറയുന്നത് 100 റുപ്പീസാണ്. അപ്പോൾ 100 റുപ്പീസ് മുതൽ മുകളിലേക്ക് ഹെവി റേഞ്ച് വരെയുള്ള മുണ്ടുകൾ ഉണ്ട്. അപ്പോൾ നമ്മൾ കല്യാണത്തിന് ആവശ്യങ്ങൾക്ക് എടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഡിസ്കൗണ്ടും കാര്യങ്ങളെല്ലാം അതിനകത്ത് കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ കല്യാണ പെണ്ണിനുള്ള ഡ്രസ്സുകൾ അതെല്ലാം ബൾക്കായിട്ട് രീതിയിൽ നമ്മൾ പർച്ചേസ് ചെയ്യാവുന്ന ഒരുപാട് പ്രോഫിറ്റുകളാകുന്നു നമുക്കിവിടെ വരുന്നതിൽ. അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷനിലൊന്നും യാതൊരുവിധ ലോസും ഇതിനകത്ത് സംഭവിക്കുന്നില്ല. നല്ലൊരു സെലക്ഷൻ കൂടി ഇവിടുന്ന് കിട്ടും. നമ്മൾ ഇവിടുന്ന് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് സെലക്ഷൻ നോക്കി നമുക്ക് ഏതാണോ ഇഷ്ടപ്പെട്ടിച്ചാൽ അത് നമുക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇപ്പോൾ എന്തുകൊണ്ടും ബൾക്ക് രീതിയിൽ നമ്മൾ പർച്ചേസ് ചെയ്യാമെന്ന് നമ്മൾ പ്രോഫിറ്റബിളാണ്. കാരണം ഇൻ കേസ് കല്യാണത്തിൻ്റെ കേസല്ല, വേറെ ഷോപ്പിൻ്റെ ആവശ്യങ്ങൾക്കാണ്, നമുക്ക് ഷോപ്പിലോട്ടുള്ള പർച്ചേസിങ് ആണെന്നുണ്ടെങ്കിൽ ബൾക്ക് രീതിയിലേക്ക് നമുക്കത് പർച്ചേസ് ചെയ്യുകയും നല്ലൊരു ഡിസ്കൗണ്ടിൽ നമുക്ക് തുണികൾ മേടിക്കാൻ പറ്റും. ഇത് വലിയൊരു പ്ലസ് പോയിൻ്റാണ് നമുക്ക് വരുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ സെലക്ഷൻ്റെ കാര്യം, കല്യാണ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സെലക്ഷൻ നമ്മൾ തുണി എടുക്കുന്ന സമയത്ത് നമുക്ക് ഒരു കടയിൽ കയറി നമുക്കത് ഇഷ്ടമായില്ല, സെലക്ഷൻ നമ്മുടെ അവരുടെ സെലക്ഷൻ നമുക്ക് ഇഷ്ടമായിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ഷോപ്പിലോട്ട് കയറാം. വേറെ ഷോപ്പിലോട്ട് കയറിയിട്ട് അവിടെ നിന്ന് ഇഷ്ടപ്പെട്ട സെലക്ഷൻസ് നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു മാനുഫാക്ചറിങ് ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്ലസ് പോയിൻ്റ് അതാണ്. നമുക്കത് അതിനെ പറ്റിയിട്ട് ഏതാണോ നമുക്ക് വേണ്ടത് വെച്ചാൽ അത് നമുക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണോ അത് നമുക്ക് സെലക്ട് ചെയ്തെടുക്കാൻ കഴിയുമെന്നുള്ളതാണ് എനിക്ക് വലിയൊരു ഇത്.